അപ്പം ഇന്നത്തെ വീഡിയോയെ മസാലപ്പൂരി ഇട്ടാ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ വെച്ചോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമുക്കൊരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണുള്ള റവ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി അത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ടെ നമ്മളുടെ ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു പിടി മല്ലിയില, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം കൂടെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മുടെ മാവ് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്തേ. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടാണ് കുഴച്ചെടുത്ത്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ടേ നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അത് ആ ഫ്രിഡ്ജിലിരുന്ന് ജസ്റ്റ് അങ്ങോട്ട് സെറ്റ് ആവണം കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാണ്ട് പുറത്ത് തന്നെ വെച്ചാൽ എന്താ പറ്റാന്നറിയോ, നമ്മൾ ഈ ചേർത്ത് ഉരുളക്കിഴങ്ങില്ലേ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പം എന്ത് പറ്റും, നമ്മളുടെ മാവ് നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയി പോകും. അപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കിത് പരത്താനോ അല്ലെങ്കിൽ പൂരി ചുടാനോ ഒന്നും പറ്റുന്നില്ല കേട്ടാ. നമ്മൾ ആ പൂരി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ആ കൈയോടുകൂടി തന്നെ നമുക്ക് അങ്ങോട്ട് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓയിലിട്ടിട്ട് നമുക്ക് നല്ല ഗോൾഡൻ കളറായി വരുന്ന വരെ പൂരി അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടാ, നിങ്ങൾ എടുക്കുന്ന ഈ ഉരുളക്കിഴങ്ങിന്റെ വലിപ്പം അനുസരിച്ചിട്ടാ ആ ഒരു ഗോതമ്പൊടിയുടെ അളവ്. ചിലവർക്ക് അത് കൂടുതൽ വേണ്ടി വരും, എന്തായാലും കുറവ് വേണ്ടി വരുമൊന്നുമില്ല. ഞാനൊരു മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പറഞ്ഞതേ നമ്മളുടെ ഈ ഒരു മാവ് ഭയങ്കരമായിട്ട് ലൂസായി പോയാൽ നമ്മളുടെ മസാലപ്പൂരി ആകെ ഫ്ലോപ്പായി പോകും. അതുകൊണ്ടാട്ടാ ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ ആരും മറന്നു പോകുമൊന്നും വേണ്ട.